ഹായ് ടീം, ഇറ്റ്സ് മീ മുനീർ ഫ്രം വിസ്ഡം സ്പിയർ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത് ഓഫീസ് പൊളിറ്റിക്സിൻ്റെ കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ടാണ്. ഇപ്പോൾ പല ആളുകളും പറയുന്നത് കേൾക്കാം, വളരെ ബുദ്ധിമുട്ടാണ്, ജോലി ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്, വളരെ സത്യസന്ധമായിട്ട് ജോലി ചെയ്യുന്നു, കറക്റ്റ് ടൈം മാനേജ്മെൻറ്റിൽ പ്രോപ്പറായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് അവർ പറയുന്നതിനെക്കാട്ടിലും വളരെ നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നു, കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. പക്ഷെ എങ്കിലും ഒരു HODയുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡിൻ്റെ ഭാഗത്തു നിന്നോ വേണ്ട രീതിയിലുള്ളൊരു പരിഗണനയോ എൻകറേജ്മെൻറ്റോ സപ്പോർട്ടോ ഒന്നുമില്ല. ഇങ്ങനെയുള്ള സംഭവം പല ആളുകളും പറയുന്നുണ്ട്. സത്യത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നല്ല മനുഷ്യന്മാർക്ക് ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഉള്ള കാലത്ത്. അതായത് ഒരു സിമ്പിളായിട്ട് ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരാൾ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു. അപ്പോൾ അയാൾ പുതിയ ആളാണ്, അത്യാവശ്യം വിദ്യാഭ്യാസമുണ്ട്. അപ്പോൾ അയാളോട് ഒരു ഈ ഓഫീസ് പൊളിറ്റിക്സിൽ കൂടുതൽ ഇൻവോൾവ്മെൻ്റ് ഉള്ള ആളുകൾ അല്ലെങ്കിൽ ഈ ഒരു മൈൻഡുള്ള ആളുകൾ അയാളായിട്ട് അപ്രോച്ച് ചെയ്യണം, അയാളോട് സംസാരിക്കുകയാണ്. അല്ലടാ, നീ എത്ര ഇപ്പോൾ ജോലിയിൽ കയറിയിട്ട്? ഞാൻ കയറിയിട്ട് ഇപ്പോൾ 2 വർഷമായിട്ടോ. എനിക്ക് എത്ര സാലറി? എനിക്ക് 2000 ദിറംസാണ് എൻ്റെ സാലറി. അപ്പോൾ ഇയാൾ ചോദിക്കണം, 2000 ദിറംസ് ഉള്ളൂ എൻ്റെ സാലറി? എടാ ചങ്ങായി, ഇത്രയൊക്കെ പഠിച്ചിട്ട് എനിക്കിപ്പോൾ എത്രയേ കിട്ടുന്നുള്ളൂ? ഈ ഒരു വാക്കിലൂടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഡാർക്ക് സൈക്കോളജിയാണത് ശരിക്കും. അതായത് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് അയാളിലേക്ക് വരികയാണ്. അതായത് ഈ ഒരു സംസാരത്തിലൂടെ തന്നെ അയാൾക്ക് അയാളുടെ ആ ജോലിയിലുള്ള ഒരു മൈൻഡ് സെറ്റ് തന്നെ മാറുകയാണ്. അപ്പോൾ അയാളിങ്ങനെ ജോലി ചെയ്യുമ്പോൾ അയാളിങ്ങനെ ആലോചിക്കുന്നത്, പഠിച്ചോനെ ഞാൻ അത്രയും ഒക്കെ പഠിച്ചിട്ടുണ്ടല്ലോ, എനിക്കിപ്പോൾ ഇത്ര ഉള്ളൂ എൻ്റെ ശമ്പളം, അങ്ങനെ രീതിയിലുള്ള ഒരു ചിന്താഗതിയാണ് അയാൾക്ക് വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളോട് പറയാനുള്ളത്, പക്ഷേ ഈ പറയുന്ന ആൾക്ക് ഇയാൾക്കൊരു നല്ലൊരു ജോലി കൊടുക്കാനൊന്നും ഇയാളോട് കഴിയില്ല. ഇയാൾക്ക് വെറും കുശുമ്പും കുന്നായ്മയും കുത്തിത്തിരിപ്പും ഇങ്ങനെയുള്ള ആളുകളാണ്. ഇങ്ങനെ കുറേ ടീമുണ്ട് നമ്മളെ ഒരു എൻവിറോൺമെൻറ്റിലൊക്കെ മൊത്തത്തിൽ കാണാവുന്ന ആളുകളാണ് ഇങ്ങനെയുള്ള ആളുകൾ. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളൊക്കെ മാക്സിമം നമ്മൾ പിന്നെന്താ പറയുക, വിട്ടു നിർത്തുക എന്നുള്ളതാണ്. പിന്നെ നല്ല ആരുടെ മുമ്പിലും പതറാതെ നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു പേഴ്സണാലിറ്റി ഉണ്ടാക്കിയെടുക്കുക. അതായത് മെയിൻ ശ്രദ്ധിക്കേണ്ട ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ, നിങ്ങൾക്ക് കഴിവുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്രയും ഉയരങ്ങളിൽ എത്താൻ സാധിക്കും എന്നുള്ള ഒരു റിയാലിറ്റി നമ്മൾ മനസ്സിലാക്കുക. അതല്ലാതെ മറ്റൊരാളെ മോശക്കാരായി ചിത്രീകരിക്കുന്നത് കൊണ്ടോ അയാൾ മോശമാണ് എന്നുള്ള ഒരു മൊത്തത്തിൽ എന്താ പറയുക, അയാളൊരു ഡാർക്ക് സൈക്കോളജി വെച്ചിട്ട് അയാളെ മാക്സിമം യൂസ് ചെയ്ത് കണ്ട് ബുദ്ധിമുട്ടാക്കുന്നത് കൊണ്ടോ ഒരു കാര്യവുമില്ല. ഒരുവിധം എല്ലാ കമ്പനിയിലെയും ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണിത്. ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടാകുന്ന പല ആളുകളുണ്ട്. ഇവർക്കും പല രീതിയിലുള്ള പല സ്വപ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇവർ വിദേശ നാടുകളിലേക്കൊക്കെ വരുന്നത്. അപ്പോൾ എല്ലാവരും ഈ ഡാർക്ക് സൈക്കോളജി നമ്മുടെ ഈ ജോലിയിൽ കൂടുതൽ ഉപയോഗിക്കാതിരിക്കുക. ഓഫീസ് പൊളിറ്റിക്സ് നല്ല കാര്യങ്ങൾക്ക് ഓഫീസ് പൊളിറ്റിക്സ് വേണം, അല്ലാതെ മറ്റുള്ളവരുടെ ഒരു ജോലി നഷ്ടപ്പെടുത്തുന്ന രീതിയിലാവരുത്, മറ്റുള്ളവരെ മോശമായി ചിത്രീകരിക്കുന്ന രീതിയിലാവരുത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഓൾ ദി ബെസ്റ്റ്.